എങ്ങനെയായിരുന്നു അധ്യാപകരൊക്കെ ആയിട്ട്? അധ്യാപകരൊക്കെ നാട്ടുകാരായിട്ടും അതേപോലെ തന്നെ കുട്ടികളായിട്ടൊക്കെ നല്ല ബന്ധം ഉള്ള അധ്യാപകരാണ്. അതേപോലെ തന്നെ ടീച്ചർ അജിത ടീച്ചർ പറയുകയാണെങ്കിൽ ഇവിടെ അടുത്ത സ്കൂളുണ്ട്, അമ്പലപ്പറമ്പ് സ്കൂൾ. അവിടെ ഒരുപാട് കാലം ടീച്ചറായിട്ടുള്ളൊരു അധ്യാപികയായിരുന്നു. ഇവിടെ കേവലം ഒരു വർഷം കഴിഞ്ഞാൽ ഈ അജിത ടീച്ചർ വിരമിക്കാൻ പോവുമായിരുന്നു. അജിത ടീച്ചറും ഇതിൽ മരണപ്പെട്ടു എന്നാണ് നമ്മൾ അറിഞ്ഞത്. എങ്ങനെയാണ് നാളത്തെ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്? നാളത്തെ ക്രമീകരണങ്ങൾ പൊതുദർശനം ഈ അമ്പലപ്പറമ്പ് ഹൈസ്കൂളിലാണ് ഇപ്പോൾ പറഞ്ഞു കേട്ടത്. അവിടെ തന്നെ ആവും. കാരണം ഒരുപാട് പേര് ഈ ടീച്ചറെ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് പേരെ. വളരെ കാലം സ്കൂൾ ജീവിതം നടന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഈ സ്കൂളിലേക്ക് കൊണ്ടുവരാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? അങ്ങനെ ഈ സ്കൂളിലേക്ക് മൃതദേഹം എത്തിക്കാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? അത് ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. അമ്പലപ്പറമ്പ് സ്കൂളിൽ സൗകര്യങ്ങളുണ്ട്, അപ്പോൾ അങ്ങോട്ട് മാറ്റാനാണ് കൂടുതലും പറഞ്ഞിരിക്കണതാണ്. കാരണം ഈ അജിത മാം അവിടെ സ്കൂളിൽ കൂടുതൽ കാലം കുട്ടികളെ പഠിപ്പിച്ചതുകൊണ്ട് ഇവിടെയുള്ള ഈ ഭാഗത്തുള്ള ഏകദേശം കുട്ടികൾക്കൊക്കെ മാമിനെ നല്ല അറിയാം. അപ്പോൾ എന്തായാലും അവിടെ തന്നെ മറ്റുള്ള അധ്യാപകർ എന്ന് പറയുന്നത് നാട്ടുകാരുമായിട്ടൊക്കെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളുകളായിരിക്കുമല്ലോ. നല്ല അടുത്ത ബന്ധം നാട്ടുകാർക്ക് നല്ല മാതാപിതാക്കളായിട്ടും രക്ഷിതാക്കളായിട്ടൊക്കെ നല്ല അടുത്ത ബന്ധം തന്നെയായിരുന്നു. അധ്യാപകരും ഇവിടുത്തെ മാഷന്മാരും ഒരു മാഷുള്ളൂ എല്ലാവരും. ഈ വിയോഗത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു സാഹചര്യത്തിലേക്ക് നാട്ടുകാർ എത്തിയിട്ടുണ്ടോ? ഏകദേശം എല്ലാവരും കുട്ടികൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. സ്കൂളിലുള്ള കുട്ടികൾ കൂടുതലും അറിയാൻ സാധ്യത കുറവാണ്. പക്ഷെ നാട്ടുകാരൊക്കെ ഏകദേശം എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇവിടുന്ന് മജീദ് മാഷൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട്. അതിൻ്റെ ബന്ധുക്കൾ എപ്പോഴാണ് പോയിരിക്കുന്നത്? ബന്ധുക്കൾ പോയ കറക്റ്റ് വിവരം അറിയില്ല. ബന്ധുക്കൾ പോയിട്ടുണ്ട്, അവിടെ എത്തിയിട്ടുണ്ട്. 1-2 ആൾക്കാരെ പിന്നെ ഇവിടുന്ന് വാഹനത്തിലൊക്കെ കണ്ട് എത്തിച്ചിട്ടുണ്ട്. കുറച്ച് പേരും കൂടിയും ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ട്. എന്നാലും പിന്നെ ബാക്കി ഐഡൻറ്റിഫൈ ചെയ്ത ആൾക്കാർക്ക് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. ഈ പോയ വാഹനത്തിന് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായത് അങ്ങനെ എന്തെങ്കിലും സൂചനയുണ്ടോ? അങ്ങനെയൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ഈ ട്രാവലറിന് അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും നമ്മൾ കേട്ടിട്ടില്ല. എന്താണ് കറക്റ്റ് റീസൺ എന്നുള്ളതും ഞാൻ അന്വേഷിച്ചിട്ട് തന്നെ പറയാൻ പറ്റുള്ളൂ. രാവിലെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവരൊക്കെ ഇവിടുന്ന് പോയത്. പക്ഷേ തിരിച്ചു വരുന്നത് നമ്മളെയൊക്കെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടാണ്. തീർച്ചയായിട്ടും ഒരു നാടിനെ നമ്മളെ കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട്, ഇപ്പോൾ എൻ്റെ ഡയറക്റ്റ് ഫാമിലി ആരും ഇല്ലെങ്കിൽ കൂടി നമ്മളെ കൂട്ടുകാരന്മാരെ ഫാമിലിയിൽ ഒരുപാട് പേര് ഇതിൽ അകപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് അങ്ങനെ പിന്നെ സഹോദരന്മാരായിട്ടും മൂത്തച്ചിയായിട്ടും അങ്ങനെയൊക്കെ നമ്മളറിയുന്ന ഒരുപാട് ആൾക്കാരെ ഡയറക്റ്റ് ഫാമിലീസ് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മൂത്തച്ഛന് ഒന്നതിലുള്ളത്. പിന്നെ ഇവിടെ തൊട്ടേറെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അയൽവാസിയും താത്തയും അതിൻ്റെ ഒരു മകനും ഉണ്ടായിരുന്നു. ആ താത്ത മരിച്ചു. ഓൻ്റെ വാപ്പ പണ്ടനെ മരിച്ചതിന്. അപ്പോൾ ആ കുട്ടി മാത്രമായി. വാപ്പ പണ്ടനെ മരിച്ചതിന്. പിന്നെ ഇതിൽ ഭക്ഷണം വെക്കണ്ട, അത് ആ കുട്ടീനെ നോക്കിയിട്ട് ഇപ്പോൾ ആ താത്തയും ഇതിൽ മരിച്ചു. അപ്പോൾ ആ കുട്ടി വൈകാരികമായി ബന്ധമുള്ള ആളുകൾ കൂടിയായിരുന്നു. ആണ്. എൻ്റെ സുഹൃത്തിൻ്റെ തൊട്ടടുത്താണ് ഓല വീട്. അപ്പോൾ അവരെ വീട്ടിൽ ഒക്കെ എപ്പോഴും വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പൂണ്ട തലേന്ന് പോലും അവിടെ ഉണ്ടായിരുന്നു. ഓൻ്റെ വീട്ടിലെന്തോ ഒരു പരിപാടി അതിലുണ്ടായിരുന്നു. വാർഷിക ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളാണ് നടത്തുന്നില്ല ഇവിടെ? അത് കറക്റ്റ് അറിയില്ല. വാർഷികം ഇപ്പോഴത്തെ കഴിഞ്ഞിട്ടുള്ളൂ. 10-15 ദിവസമായിട്ടുള്ള വാർഷികം കഴിഞ്ഞിട്ട്. അതിലൂടെ ഒത്തൊരുമിച്ച് കൊണ്ട് തന്നെയായിരുന്നു എല്ലാവരും ഒത്തിരി. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ടീച്ചർമാരെല്ലാവരും എല്ലാ കാര്യത്തിലും ടീച്ചർമാരൊക്കെ ഫുള്ള് സജീവമായിരുന്നു. പായസ ചലഞ്ചൊക്കെ കുറച്ച് മുമ്പ് എല്ലാവരും സഹകരിച്ച് അടിപൊളിയായിട്ട് അതൊക്കെ ഉഷാറായിട്ട് വിജയിച്ച്. സ്കൂളിലെ ചിലവൊക്കെ വഹിക്കുന്നതിന് വേണ്ടി പായസ ചാലഞ്ചൊക്കെ നടത്തിക്കൊണ്ടായിരുന്നു. അതെ, ഉണ്ടായിട്ട് ഒരു പായസ ചലഞ്ചൊക്കെ വെച്ചിരുന്നു. അതൊക്കെ നല്ല രീതിയിൽ തന്നെ എല്ലാവരും പങ്കെടുത്ത് ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരും സഹകരിച്ച് നല്ല രീതിയിൽ തന്നെ വിജയിച്ചു പായസ ചലഞ്ച്.